നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ 2-1 അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ കളിയിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടൂഷലിന് നേരെ വരുന്നുണ്ട്. ഒരു ഗോൾ നേടി പിന്നെ ആ ലീഡിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചതാണ് വലിയ രൂപത്തിൽ വിനയായത്. ഡിഫൻസീവ് ചേഞ്ചുകളൊക്കെ വരുത്തി അങ്ങനെ നിൽക്കാൻ വേണ്ടി നോക്കി, പണി കിട്ടി. മെസ്സിയും സംഘവും 2 ഗോൾ അടിച്ചു ജയിച്ചു പോയി. സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഇപ്പോൾ വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പം തോമസ് ടൂഷൽ കളിക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മികച്ച ടീമുകളോട് ഏറ്റുമുട്ടിയിട്ടാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് മറക്കണ്ട. ഇപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവസാനിക്കുന്നതെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയതാണെന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ഒരു റിഗ്രറ്റുമില്ല, 0 റിഗ്രറ്റാണ്. കാരണം ഞങ്ങൾ കളിച്ചത് ഞങ്ങളുടെ ഈ വേൾഡ് കപ്പിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമാണ് എന്ന് എനിക്കുറപ്പുണ്ട്. തീർച്ചയായിട്ടും മില്യൺസ് ഓഫ് കോച്ചസിനെ അറിയാം ഞാൻ ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിലുള്ളതാണ് എന്നുള്ളത്. കോച്ചുമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇത് ടീമിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രോബ്ലം ആയിരുന്നില്ല. മാച്ച് പെട്ടെന്ന് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ചായി. സോ ഞാൻ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു എന്നല്ലാതെ ഇവിടെ എനിക്ക് പറ്റിയ അബദ്ധമല്ല എന്ന് തന്നെ കോച്ച് വിശദമായിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും എനിക്കൊരു റിഗ്രറ്റുമില്ല. ടീം അവരുടെ എല്ലാം കൊടുത്താണ് കളിച്ചത്. ഞങ്ങൾ വിജയത്തിന് തൊട്ടരികിലായിരുന്നു. 1-0 ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു. ഞങ്ങൾ നല്ല രൂപത്തിലുള്ള ഒരു മത്സരമാണ് കളിച്ചുകൊണ്ടിരുന്നത്. മേ ബി ഈ സർക്കംസ്റ്റാൻസസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗെയിമാണ് ഞങ്ങൾ കളിച്ചത്. ടീം വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, ഗെയിം അങ്ങ് കില്ല് ചെയ്യാൻ പറ്റിയില്ല എന്ന സംഭവം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം നടത്തിയ ഡിഫൻസീവ് ചേഞ്ചസ്, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡെലിബറേറ്റ്ലി ചെയ്തു തന്നെയാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ശരിക്കും പറഞ്ഞാൽ ആ ഡിഫൻസീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റ് താരങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നീട് ഒരു ഗോള് കൺസിഡർ ചെയ്തു. അപ്പം ഞങ്ങൾ ബാക്ക് 5ലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ ലൈന് ആകെ സ്പ്രെഡായി കിടക്കുകയായിരുന്നു. അവർ എല്ലാ ഹെഡറുകളും അവർ വിൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായിട്ട് ക്രോസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതേസമയം തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.